മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ അധികാരമേറ്റതോടെ ബി.ജെ.പിയെ ഇനി ആര് നയിക്കുമെന്ന ആശങ്കയിലാണ് പ്രവർത്തകർ. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ആദ്യഘട്ടത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരുടെ പേരുകൾ ഉയർന്നു വന്നുവെങ്കിലും ഇരുവർക്കും ക്യാബിനറ്റ് പദവി ലഭിച്ചതോടെ അതും മങ്ങി. നിലവിൽ വിനോദ് താവ്ഡെ, കെ ലക്ഷ്മൺ, സുനിൽ ബൻസാൽ, ഓം മാത്തൂർ എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതേസമയം വനിതാ അധ്യക്ഷയ്ക്കുള്ള സാധ്യതയും പരിഗണിക്കപ്പെടുന്നുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാന്റെയും ധർമ്മേന്ദ്ര പ്രധാന്റെയും പേരുകൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ഇരുവരും മന്ത്രിസഭയിൽ ഇടം പിടിച്ചതിനാൽ പാർട്ടി തലപ്പത്ത് പുതിയ ഒരാളെന്ന് ഉറച്ച മട്ടാണ്. മുൻ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കുറി മന്ത്രിസഭയിൽ കാണില്ല. സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കോ അല്ലെങ്കിൽ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തേക്കോ പരിഗണിക്കപ്പെടും എന്നുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാൽ നിർമ്മല സീതാരാമനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. രാജ്നാഥ് സിംഗും അമിത്ഷായ്ക്കും നിതിൻ ഗഡ്കരിക്കും പിന്നാലെ അഞ്ചാമനായാണ് ജെ.പി. നദ്ദ സത്യപ്രതിജ്ഞ ചെയ്തത്. നദ്ദയുടെ ദേശീയ അധ്യക്ഷ കാലാവധി ഈ മാസം അവസാനിക്കാനിരിക്കെയാണ് പുതിയ നിയോഗം. 2019 അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതോടെയായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് നദ്ദയുടെ രംഗപ്രവേശനം. നദ്ദയുടെ അധ്യക്ഷതയിൽ ബി.ജെ.പിയുടെ ആദ്യ തെരഞ്ഞെടുപ്പുമായിരുന്നു 2024 2014 അമിത്ഷാ തന്നെയായിരുന്നു ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ. മഹാരാഷ്ട്ര മുൻമന്ത്രിയും ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറിയുമാണ് വിനോദ് താവ്ഡെ. ബി.എൽ. സന്തോഷിന് ശേഷം ബി.ജെ.പിയിൽ ശക്തമായ സ്വാധീനമുള്ളയാളുമാണ്. അധ്യക്ഷ പദവിയിലെത്തിയാൽ മറാഠ വികാരവും പരിഗണിച്ചെന്ന് നേതൃത്വത്തിന് പറയാം. ബി.ജെ.പിയുടെ ഒ.ബി.സി. മോർച്ച അധ്യക്ഷനാണ് തെലങ്കാനയിലെ മുൻ പാർട്ടി അധ്യക്ഷൻ കൂടിയായ കെ ലക്ഷ്മൺ. ദക്ഷിണേന്ത്യയിൽ തെലങ്കാനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കെ ലക്ഷ്മണിന്റെ പദവി പാർട്ടിക്ക് ഉപകാരപ്പെടും. നിലവിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായ ബൻസാൽ ബംഗാൾ, തെലങ്കാന, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതലയും വഹിക്കുന്നുണ്ട്. യു.പിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായിരുന്നപ്പോൾ നടത്തിയ ഇടപാടുകൾ യു.പി. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ പ്രധാന ശക്തിയാക്കി മാറ്റിയിട്ടുമുണ്ട്. ആർ.എസ്.എസിന്റെ ശക്തമായ പിന്തുണ ബൻസാലിനുണ്ടാകുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗം ആർ.എസ്.എസ്. പ്രചാരക് ആയ അദ്ദേഹത്തിന് ഗുജറാത്തിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ ഒരു സർപ്രൈസ് അധ്യക്ഷ പദവിയിലേക്കും കാണും എന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകരുള്ളത്. ഇന്ത്യയുടെ ആദ്യ ദലിത് വനിതാ രാഷ്ട്രപതിയെ കൊണ്ടുവന്നതുപോലെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതയെയും കൊണ്ടുവരുമോ എന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. സ്ത്രീ വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ഈ നീക്കം സഹായകമായേക്കുമെന്നും പരിഗണിക്കപ്പെടുന്നുണ്ട്. അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് ഉയർന്നു വരുന്നത്. ആദ്യ 2 മോദി മന്ത്രിസഭകളിലും അംഗമായിരുന്ന സ്മൃതി ഇറാനി പ്രധാനമന്ത്രിയുടെ വിശ്വസ്തയുമാണ്.